16-ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ കർത്താവിനെ രക്ഷകനും കർത്താവിനെ സ്വീകരിക്കാനുള്ള പരമമായ ഭാഗ്യം ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. വിശ്വാസ സ്നാനത്തെക്കുറിച്ച് അക്കാലങ്ങളിൽ ഞാൻ പല പ്രാവശ്യം കേൾക്കുകയുണ്ടായിരുന്നെങ്കിലും മർത്തോമാ സഭയിൽ ജനിച്ചു വളർത്തപ്പെട്ടതായതുകൊണ്ടും മർത്തോമാ സഭയുടെ വിശ്വാസ ആചാരങ്ങൾ ഉറച്ചു നിന്നതുകൊണ്ടും വിശ്വാസ സ്നാനത്തെ ഞാൻ എതിർക്കുകയും അതിനെതിരെ പലപ്പോഴും പല നിലകളിലും അതിനെ വിമർശിച്ചുകൊണ്ട് ധാരാളം സംസാരിക്കുകയും ചെയ്യുവാനിടയായി. എൻ്റെ ഹൃദയത്തിൽ ഞാൻ വളരെ വിശ്വസിച്ചുറച്ച എൻ്റെ വിശ്വാസ ആചാരങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ ഒരിക്കലും ഞാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. എന്നാൽ അങ്ങനെ വളരെ ഉറച്ചു നിന്ന ഒരു രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഹൃദയമായി ഇടപെടാനിടയായി. ഒരു സ്വർഗീയ ദർശനം ദൈവം എനിക്ക് നൽകുവാനിടയായി തീർന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നിന്ന് അന്ന് രാത്രി ഒരു ദർശനത്തോടുകൂടി ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ വചനങ്ങളിൽ ഒന്നഴിക്കുകയും മനുഷ്യൻ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ വചനങ്ങളെ ആചരിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്ത സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനെന്ന് വിളിക്കപ്പെടും എന്നൊരു ദൈവശബ്ദം ഒരു വലിയ പ്രകാശത്തിൽ നടുവിൽ ഞാൻ കേൾക്കുവാനിടയായി. അപ്പോൾ എനിക്ക് ആ വിശ്വാസസ്നാനത്തെക്കുറിച്ച് ആ ദിവസങ്ങൾ ഞാൻ വളരെ ശക്തമായി സന്ദേഹിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസങ്ങളും അതിനെതിരെ ഞാൻ പഠിപ്പിച്ചുകൊണ്ട ദിവസങ്ങളുമാകിയാൽ എനിക്ക് ആ ദർശനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് വ്യക്തമായി വിശ്വാസസ്നാനത്തെക്കുറിച്ച് ഇടപെടുന്നത് എനിക്ക് മനസ്സിലാക്കാനിടയായി. അന്ന് രാത്രി ഞാനൊരു രാത്രിയുടെ ദർശനത്തിന് പിന്തുടർന്ന് രാവിലെ ഞാനൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുവാനിടയായി തീർന്നു. യേശു കർത്താവ് തന്നിരിക്കുന്ന വചനങ്ങൾ അതുപോലെ നാം അനുസരിച്ചാൽ നമുക്ക് നിത്യരായത്തിൽ വെളിപ്പെട്ട് വരാൻ ഇടയാകുമെന്ന് എനിക്ക് മനസ്സിലാക്കുകയും സ്നാനത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ ഓരോന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അനുസരിപ്പാൻ നൽകി തന്നിരിക്കുന്നത് ആചരിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ളതാകിയാൽ അത് ജീവിതത്തിൽ അനുവർത്തിക്കുവാനുള്ളതാകിയാൽ നാം അതിനോട് എങ്ങനെ ഇടപെടുന്നു, എങ്ങനെ നാം ജീവിതത്തിൽ അനുസരിക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചാണ് നമ്മുടെ നിത്യതയെന്ന് എനിക്ക് അന്ന് രാത്രികാലം ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട നിമിത്തം മനസ്സിലാക്കാൻ ഇടയാത്തിരുന്നു. അങ്ങനെ മർത്തോമാ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വിശ്വാസാചാരം ഉറച്ചിരുന്ന ഞാൻ സ്നാനപ്പെടുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ ഇടയായി തീർന്നു. ഇതെല്ലാം ഞാൻ മർത്തോമാ സഭയിൽ നിൽക്കുമ്പോൾ ഈ പെന്തക്കോസ് അനുഭവങ്ങളിലേക്കെല്ലാം ദൈവം കടത്തിവിട്ടെങ്കിലും പെന്തക്കോസ് അനുഭവത്തിലേക്ക് വരുവാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്ന ഒരു കാലയളവിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദത്തിനാൽ കർത്താവിൻ്റെ വേലയ്ക്കുള്ള ഉന്നതമായ വിളി എനിക്ക് ലഭിച്ചു. ആ ദിവസങ്ങളിൽ എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന ചില പ്രത്യേക അനുഭവങ്ങൾ, ദേശത്തെക്കുറിച്ച് ഉന്നതമായ കാഴ്ചപ്പാടുകൾ. ആ ദേശത്ത് ഞാൻ ഇടപ്പാവൂർ എന്നൊരു ഗ്രാമത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ആ വില്ലേജിൽ ഉണ്ടാകൊണ്ടിരുന്ന അനർത്ഥങ്ങളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും ആരെങ്കിലും ആത്മഹത്യ ചെയ്യുകയോ ആരെങ്കിലും ദൈവകൃപയിലേക്ക് അന്യപ്പെട്ടു പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രാത്രികാലങ്ങളിൽ ദർശനങ്ങൾ കൂടി പ്രാർത്ഥിപ്പാനുള്ള അല്ലെങ്കിൽ അവരോട് സുവിശേഷം പറയാനുള്ള വലിയ ആത്മനിയോഗവും ആത്മഭാരവും അക്കാലങ്ങളിൽ എനിക്കുണ്ടാകുമായിരുന്നു. ദൈവം എന്നോടൊന്ന് വ്യക്തമായി സംസാരിച്ച് ഞാൻ നിൻ്റെ ദേശത്തിൻ്റെ കാവൽക്കാരത്തിയാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരു രാത്രികാലം ഒരു പ്രത്യേക വിഷയത്തോട് ബന്ധപ്പെട്ട് എനിക്ക് ഭയങ്കര ആത്മഭാരം ഉണ്ടാകുകയും ആത്മഭാരത്തിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ വേലയ്ക്കുള്ള ഉന്നതമായ നിയോഗം ലഭിക്കുകയും ഇരമ്യാവ് പറഞ്ഞതുപോലെ നീ എന്നെ സമ്മതിപ്പിച്ചു എനിക്ക് മാറിക്കൂടാ എന്ന് പറഞ്ഞതുപോലെയുള്ള ആത്മീകമായ ആ ദൈവത്തിൻ്റെ നിയോഗത്തിന് മുൻപാകെ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയാത്തുന്നു. ഉന്നതമായ നിയോഗം ലഭിച്ച ഞാൻ എൻ്റെ വിദ്യാഭ്യാസാനന്തരം തിരുവല്ല ഷാരോൺ ബൈബിൾ കോളേജിലും തുടർന്ന് മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിലും പഠിക്കുകയും ബൈബിൾ കോളേജോട് ബന്ധപ്പെട്ട് എൻ്റെ വിദ്യാഭ്യാസത്തിൽ BD ഡിഗ്രി കരസ്ഥമാക്കുകയും ചെയ്യുവാനായിട്ട് ഇടയാത്തുന്നു. ഉന്നതമായ ദൈവിക വിളി ലഭിച്ച കർത്താവിൻ്റെ വേലയിൽ കാലങ്ങളിൽ പ്രയോജനപ്പെടുവാനുള്ള ആത്മഭാരത്തോടെ നിലനിൽക്കാൻ ദൈവം എന്നെ സഹായിക്കുകയും പലയിടങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ ആ ചെറുപ്രായങ്ങളിൽ ശക്തമായി പ്രയോജനപ്പെടുവാനും അനേക ആത്മാക്കളെ തീയിൽ നിന്ന് വലിച്ചു രക്ഷിക്കുവാനും ഞാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായുള്ള ആത്മാക്കളുടെ വിടുതലുകളും ആത്മാക്കളുടെ ഉദ്ധാരണങ്ങളും ആ ദിവസങ്ങളിൽ കാണുവാനും ചില ഉന്നതമായ കൃപാവരങ്ങളുടെ ശുശ്രൂഷ ദൈവം എന്നെ കാലങ്ങൾ നിറയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. തുടർന്ന് 1994 ഞങ്ങളുടെ വിവാഹം നടക്കുവാനിടയായി തീർന്നു. പാസ്റ്റർ കോശിയുമ്മനുമായിട്ട് എൻ്റെ വിവാഹം നടന്നു. അതിനുശേഷം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു. സഭാ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ പലയിടങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ആയിത്തീരുവാനിടയായി തീർന്നു. കോട്ടയത്തിനടുത്തുള്ള 14-ാം മൈലിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കാനിടയായി തീർന്നു. അവിടെ വെച്ച് ദൈവം ആ സഭാമിനിസ്റ്റോട് ബന്ധപ്പെട്ട് ശക്തമായ വിശാലമായ ശുശ്രൂഷ ദൈവം തരികയും അനേക ആത്മാക്കളെ ദൈവം അവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് നൽകി തരുവാനിടയായി തീർന്നു. അവിടെ നിന്ന് മഞ്ഞാടി ഷാരോൺ സഭയിൽ ശുശ്രൂഷയ്ക്കായി കടന്നു വരാനിടയായി. അവിടെ 6 വർഷം ശുശ്രൂഷയ്ക്ക് അനന്തരം മെഴുവേലിയിൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ കർത്താവിൻ്റെ വേലയിൽ ഞങ്ങൾ 6 വർഷം തുടരാനിടയായി. അക്കാലങ്ങളിൽ ഞങ്ങൾക്ക് അതിനു മുമ്പ് തന്നെ 3 കുഞ്ഞുങ്ങളെ ദൈവം ദാനം തന്നു. ആ കുഞ്ഞുങ്ങളിൽ 3 കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായി ദൈവം അവരെ നിലനിർത്തി. അതിൽ ഞങ്ങളുടെ നിത്യതയോട് ഏറ്റവും അടുപ്പിച്ച ഒരു വിഷയം, ഏറ്റവും അടുപ്പിച്ച ഒരു സംഭവം, നിത്യയെ അടുത്ത് കാണുവാൻ തക്കൊണ്ട് ദൈവം സഹായിച്ച ഒരു സംഭവത്തെ എൻ്റെ കേൾവിക്കാരുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ഈ സമയം താല്പര്യപ്പെടുകയാണ്. ദൈവം ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ തന്നതിൽ മൂത്ത മകൾ പ്രൈസ് മോൾ അവിടെ 10ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞ സമയത്ത്
അവൾ ഒരു പനി പോലെ പനിയായിട്ട് അത് തുടക്കം ഒരു പനിയായി ആരംഭിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ആ പനി ചില ദിവസങ്ങളിലേക്ക് ഇങ്ങനെ തുടരാൻ കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഫർദർ ചെക്കപ്പിൽ അവൾ മാരകമായ ഒരു രോഗത്തിൻ്റെ പിടിയിലാണെന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ ഞങ്ങളെ വളരെ മാനസികമായ ദുഃഖത്തിലാഴ്ത്തുവാൻ ഇടയായി തീർന്നു. പുഷ്പഗിരി മെഡിക്കൽ കോളേജിലും ചെന്ന് അവിടെ മെഡിക്കൽ ചെക്കപ്പിൽ MRI സ്കാനിങ്ങിൽ അവൾ ബ്രെയിൻ ട്യൂമറാൽ ബാധിതയായിരിക്കുന്നത് മനസ്സിലാക്കാനിടയായി തീർന്നു. റിപ്പോർട്ടുകൾ വളരെ നിരാശാവഹമായിരുന്നു. സെറിബെല്ലത്തിൻ്റെ അകത്ത് തിങ്ങി നിറഞ്ഞ ഒരു ഗ്രോത്ത് ഉള്ളതുകൊണ്ട് ഒരു വിധത്തിലും കുഞ്ഞിനെ സർജറിയാൽ രക്ഷിപ്പാൻ കഴിയില്ലെന്ന് അവിടുത്തെ ഡോക്ടർമാർ ഒന്നാകെ വിധി എഴുതി. തുടർന്ന് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലും ESI കുഞ്ഞുങ്ങളുടെ ചിൽഡ്രൻസ് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫർദർ ചെക്കപ്പിലും ഡോക്ടർമാരുടെ ഈ MRI സ്കാനോട് അനന്തരമുള്ള റിപ്പോർട്ടിലൊക്കെ അവരെല്ലാവരും ഒരുപോലെയുള്ള വാർത്തകൾ, വളരെ നിരാശാജനകമായ വാർത്തകളാണ് ഞങ്ങൾക്ക് നൽകാനിടയായി തീർന്നു. അവർ പറയുന്നത് 98% സർജറി സക്സസ് ആകത്തില്ല. കുഞ്ഞ് സർജറിക്ക് വിധേയമായാൽ തന്നെ ആ സർജറി ടേബിളിൽ വെച്ച് തന്നെ കുഞ്ഞ് ലോകത്തോട് മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. അവൾക്കൊരു ലോങ് ലൈഫില്ല എന്നുള്ള ഈ വസ്തുതകൾ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിരത്തിയപ്പോൾ മാതാപിതാക്കൾ എന്ന നിലകളിൽ ഞങ്ങളുടെ ഹൃദയം പൊട്ടിത്തകരുന്ന ഒരു അവസ്ഥയിലേക്കായി തീർന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു, കോട്ടയത്തുനിന്ന് ഞങ്ങൾ ഭവനത്തിലേക്ക് ഞങ്ങൾ മെഴുവേലി ശുശ്രൂഷിക്കുമ്പോൾ ഭവനത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു സാഹചര്യം ഓർക്കുന്നു. വാഹനത്തിൽ ഈ കുഞ്ഞുമായി കയറുമ്പോൾ വിശ്വാസികളായ ചില പ്രിയമുള്ളവരും ഞങ്ങളോട് ചേർന്നുണ്ട്. തിരികെ വരുന്ന ഒരു സന്ദർഭം വളരെ നിരാശാജനകമായിരുന്നു. ഞാൻ വീട്ടിൽ തിരികെ വരുമോ എന്ന് എനിക്ക് സന്ദേഹമല്ല. അതുപോലെ എൻ്റെ ഹൃദയം അതിദുഃഖിതമായിരുന്നു. ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ന്യൂസുമായി ഒരു ഹാർട്ട് ബ്രേക്ക് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം പോലെ എനിക്ക് ശരീരത്തിൽ അത് ഫീൽ ചെയ്യാനിടയായി തീർന്നു. വാഹനത്തിലോട്ട് കയറി ഞാൻ ആ സീറ്റയിലോട്ട് ചാഞ്ഞ് കിടന്ന സന്ദർഭത്തിൽ കർത്താവേ, ഞാൻ എന്തു ചെയ്യും, ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് എത്തുമോ എന്ന് നിരാശപ്പെട്ട ആ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ആ സന്ദർഭത്തിൽ ഒരു പ്രത്യേക വചനഭാഗം എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ നൽകിത്തരാനിടയായി. അതിൻ്റെ കാതുകളിൽ കർണപുടങ്ങളിൽ മുഴങ്ങുന്ന പോലൊരു അനുഭവം എനിക്കുണ്ടാകാനിടയായി തീർന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നുള്ള തിരുവചനത്തിൻ്റെ ആഴമായ ആ വാക്യം എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ശക്തമായി പതിയാനിടയായി തീർന്നു. വളരെ നിരാശയോടെ, വളരെ ഭാരത്തോടെ, വളരെ ദുഃഖത്തോടെയായിരുന്ന എൻ്റെ ഹൃദയത്തിൽ ആശ്വാസത്തിൻ്റെ കുളിർമഴ എന്ന വണ്ണം ആ ഭാരവും ആ വേദനയും ആ അസമാധാനവും എല്ലാം മാറുമാറ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യാനിടയായി തീർന്നു. ഞാൻ ഭവനത്തിൽ വന്നപ്പോൾ, ഭവനത്തിലേക്ക് ഞങ്ങൾ കുഞ്ഞുമായി മടങ്ങി വരുമ്പോൾ എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ശുഭവചനത്താൽ നിറഞ്ഞു കവിയുന്ന പോലെ സമാധാനത്താലും ടെൻഷൻ എല്ലാം മാറിയ പോലൊരു അനുഭവത്തിൽ ഭവനത്തിലേക്ക് കടന്നു വരാനിടയായി തീർന്നു. ഞങ്ങൾ സഭാജനങ്ങളും ഞങ്ങൾ കുഞ്ഞുമായി ഞങ്ങൾ മാതാപിതാക്കന്മാരായ ഞങ്ങളും സഭാജനങ്ങളും തുറന്ന ദിവസങ്ങളിൽ കുഞ്ഞിനെ വൈദ്യശാസ്ത്രം തിരസ്കരിച്ച കുഞ്ഞിനെ വൈദ്യശാസ്ത്രം ഇനി ഒന്നും സാധ്യമല്ലെന്ന് പറഞ്ഞ് കൈമലർത്തിയ സ്ഥാനത്ത് ഞങ്ങൾ കുഞ്ഞുമായി ദൈവസന ഇരിപ്പാനിടയായി തീർന്നു. ചില ദിവസങ്ങളിലേക്ക് ആ പ്രാർത്ഥന നീണ്ടുപോകാനിടയായി തീർന്നു. 55 ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടും, ഭാഗികമായ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഒക്കെ അടിയങ്ങളും ദൈവജനങ്ങളും ദൈവസന്നിധിയിലായിരുന്നു. ആദ്യ ദിവസം തന്നെ തൊട്ടേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. കുഞ്ഞ് വളരെ ആത്മീയമായി ബലപ്പെട്ടുകൊണ്ടേയിരുന്നു. കുഞ്ഞ് 10 വയസ്സുള്ള കുഞ്ഞാണെങ്കിലും അതുവരെ വളരെ ആത്മീയമായ പക്വതയൊന്നും അതുപോലെ പ്രകടിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിലും ആ ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്കിരുന്ന ദിവസം മുതൽ ആത്മാവിൽ കുഞ്ഞ് ശക്തിപ്പെടാനിടയായി തീർന്നു. അവിടെ അവസ്ഥകൾക്കെല്ലാം ദൈവം വ്യത്യാസം വരുന്ന പോലെ ഞങ്ങൾക്ക് അനുഭവിക്കാനിടയായി തീർന്നു. ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ അവൾ വളരെ ഹീലിംഗ് ആകുന്ന പോലെ, വളരെ സൗഖ്യമാകുന്ന പോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനിടയായി തീർന്നു. അവളിൽ വെളിപ്പെട്ട ആ വോമിറ്റിങ്ങൊക്കെ മാറി, മറ്റ് ശാരീരിക അസ്വസ്ഥകളൊക്കെ മാറി, ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. കുഞ്ഞ് നല്ല ആത്മീയമായി സന്തോഷവതിയായി കാണപ്പെട്ടു. ചില ദിവസങ്ങൾ അങ്ങോട്ട് തുടർന്ന് ഒരു ദിവസം കുഞ്ഞിനോട് പറയുവാനിടയായി തീർന്നു, അമ്മേ, നിങ്ങൾ എന്തിനാണ് ഭാരപ്പെടുന്നത്? എനിക്ക് മനസ്സിലായി, ഞാൻ എന്തോ രോഗമാണ് എന്നെ ബാധിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളപ്പോൾ ഈ രോഗം കുഞ്ഞറിയാതെ മറച്ചു വെച്ചേക്കായിരുന്നു. ഈ രോഗം അറിഞ്ഞാലുള്ള അവിടെ മാനസിക അവസ്ഥകൾ എന്തായിരിക്കും തീരുമെന്നോർത്ത് ഞങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടേയിരുന്നു. ആ ദിവസങ്ങളൊക്കെ ഞങ്ങളുടെ ഒരു ഭാരം അതായിരുന്നു. എന്നാൽ ആ കുഞ്ഞ് വളരെ ആത്മീയമായി ശക്തിപ്പെട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഇന്ന് ഞാൻ ഓർക്കുന്നു. അമ്മ, എന്തിനാ നമ്മളിങ്ങനെ ഭാരപ്പെടുന്നത്? അമ്മ, ഒരിക്കലും ഭാരപ്പെടല്ലേ. എനിക്ക് ഈ മാരകമായ രോഗമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ബ്രെയിൻ എന്താണെന്ന്, സെറിബെല്ലം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ബ്രെയിൻ ട്യൂമറാണ് എനിക്ക് ബാധിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ യേശുപ്പച്ചൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് മാരകമായ എന്ത് രോഗം നമുക്ക് വന്നാലും നമ്മൾ ഭാരപ്പെട്ടു പോകേണ്ടിവരല്ല. യേശുവിൻ്റെ കയ്യിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് യേശു കർത്താവ് നമ്മൾ ഏത് സാഹചര്യത്തിലും നമ്മളെ ബലപ്പെടുത്തുമെന്ന് പറയുവാനിടയായി. അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ഉള്ളിലും വലിയ സന്തോഷമുണ്ട്. ദൈവമേ, ഇത്രത്തോളമൊക്കെ നീ കുഞ്ഞിനെ ആത്മീയമായി ബലപ്പെടുത്തുന്നല്ലോ, ഞങ്ങളറിയാത്ത നിലകളിൽ ദൈവങ്ങളോട് സംസാരിക്കുന്നല്ലോ എന്നുള്ള ആത്മീയമായ ചിന്തകൾ ഞങ്ങൾക്കും ദൈവം നൽകി തരാനിടയായി. ദിവസങ്ങൾ
ചിലത് കടന്നുപോയി. ഞാൻ വേഗത്തിൽ പറയട്ടെ. ആത്മീയമായിട്ട് ആ ദിവസങ്ങളിൽ വളരെ ദൈവത്തിൻ്റെ ജനം കടന്നു വരികയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ദേശനിവാസികളും ചുറ്റുപാടുള്ള ആലയത്തിലെ പുരോഹിതന്മാരും ദേശവാസികളും കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകരും ഒക്കെ വന്ന് ആ ദിവസങ്ങളിൽ ഞങ്ങളോടൊപ്പം സമയങ്ങൾ ചിലവഴിക്കുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ ഭവനത്തിലേക്ക് നിരാശയോടെ കടന്നു വരുന്ന ഓരോരുത്തരും സന്തോഷത്തോടും ബലത്തോടും മടങ്ങി പോകത്തക്കവണ്ണം ദൈവം ആ നാളുകളിൽ ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. നാളുകൾ ചിലത് കഴിയാനിടയായി. 53-ാം ദിവസം വീണ്ടും അവിടെ ശരീരത്തിൽ ആ രോഗത്തിൻ്റെ അനുഭവങ്ങൾ പ്രകടമായതുപോലെ അനുഭവിപ്പാനിടയായി തീർന്നു. അവൾക്ക് വിട്ടുപോയ വോമിറ്റിംഗ് ഉണ്ടാകാനിടയായി. ഭക്ഷണത്തോടൊരു വിരക്തി ഉണ്ടാകാനിടയായി. 54-ാം ദിവസം വീണ്ടും ആ രോഗത്തിൻ്റെ അനുഭവങ്ങൾ അവളെ ശക്തമായി കാണാനിടയായി. അതിരാവിലെ 54-ാം ദിവസം അതിരാവിലെ സമയം ഞങ്ങൾ എഴുന്നേറ്റ് വന്ന സന്ദർഭത്തിൽ ഈ കുഞ്ഞിൽ അവളെ ഒരു മരിച്ച അവസ്ഥ പോലെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേറ്റു. ആ സമയം ജീവനുണ്ടെന്നാൽ 4 മണി സമയം, അതിരാവിലെ 4 മണി സമയത്ത് ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മരണത്തിൻ്റെ ഘട്ടത്തിലേക്ക് കുഞ്ഞ് കടന്നുപോയി. ശരീരം മുഴുവനും തണുത്ത് വിറങ്ങലിച്ചു. അവളുടെ ശ്വാസമെല്ലാം നിലച്ചതുപോലെയായി തീർന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ പ്രാർത്ഥനയുടെ നടുവിൽ ഭാരപ്പെട്ടെങ്കിലും ഞങ്ങൾ കരങ്ങൾക്ക് ഓർത്ത് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിപ്പാനിടയായി. അല്പസമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ഇങ്ങനെ ജീവങ്കിലേക്ക് മടങ്ങി വരുന്ന പോലെ, അവൾ പെട്ടെന്ന് ആ കിടക്കയിൽ മരിച്ചു കിടന്ന പോലെ അവസ്ഥയിൽ നിന്ന് ജീവങ്കിലേക്ക് മടങ്ങി വരുന്ന പോലെ അവൾ എഴുന്നേറ്റിരുന്നു. അവിടെ മുഖമെല്ലാം തേജസ് കൊണ്ട് ശോഭിക്കുന്ന ഒരു അനുഭവം പോലെ ഞങ്ങൾക്കത് മനസ്സിലാക്കാനിടയായി തീർന്നു. അവൾ ഒരു പാട്ട് പാടിക്കൊണ്ടാണ് ആ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കുഞ്ഞ് വരുന്നതായിട്ട് അവൾ മടങ്ങി വരുന്നത്. ആ പാട്ടിപ്പോൾ ഇങ്ങനെ ഒരു പഴയ പാട്ട് ആ കുഞ്ഞ് ആ സമയത്ത് പാടാനിടയായത്. യേശു നായകൻ സമാധാനദായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരുന്നൻ മനമേ എന്നുള്ള ആ പാട്ട് കുഞ്ഞ് നല്ല ഫ്ലുവൻ്റായി പാടി അവൾ ജീവങ്കിലേക്ക് മടങ്ങി വരാനിടയായി. ഞങ്ങൾ ആ സമയത്ത് ആ പാട്ട് ഞങ്ങളോട് സംസാരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ അകത്തേക്ക് അതിൻ്റെ വരികളൊക്കെ ഞങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്തുന്ന പോലെ ഞങ്ങളോട് സംസാരിക്കാനായിട്ട് ഇടയായി തീർന്നു. ആ സമയങ്ങളിലൊന്നും നമ്മൾ ഈ പാട്ടൊന്നും അവിടെ വെച്ച് കേൾക്കാറൊന്നുമില്ലായിരുന്നാൽ ദൈവം എന്നോട് നേരത്തെ സംസാരിച്ച ആ വാക്യത്തോട് ബന്ധപ്പെട്ട് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നുള്ള ആ പാട്ട് CD ഇട്ട് ഇവിടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ ആ സമയം വെച്ച് ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരുന്നാൽ കുഞ്ഞ് ഈ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ പാടുന്ന പാട്ട് യേശു നായകൻ സമാധാനദായകൻ എന്നുള്ള ഈ പാട്ട്. അന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായി. അതിരാവിലെ സമയമുണ്ടൊരു സംഭവം വളരെ സന്തോഷമുണ്ടായപ്പോൾ ഒക്കെ ഞങ്ങൾ ഈ വാക്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആ വാക്യത്തിൻ്റെ ബലത്തിൽ ഭൂമിയിൽ അവളെ ദൈവം ജീവനോടെ തരുമെന്നുള്ള ഒരു പൂർണ്ണമായ പ്രത്യാശ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിരുന്നു. ഞാൻ അങ്ങനെ തന്നെ ഉറച്ച് വിശ്വസിച്ചിരുന്നു. ഒരിക്കലും അവൾ മരിച്ചു പോകുന്നുള്ള ചിന്തയില്ലാത്തതുകൊണ്ട് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അവൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഈ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഒരിക്കലും അവൾ മരിക്കുകയില്ലെന്നുള്ള ഒരു പൂർണ്ണമായ ഉറപ്പ് ഹൃദയത്തിനകത്തേക്ക്, ഒരു പ്രത്യാശ ഹൃദയത്തിനകത്തേക്ക് ഉണ്ടാകാനിടയായി. എനിക്ക് അതിന് ശേഷം അവിടെ ഇളയായ കുഞ്ഞുങ്ങളുണ്ട്. അവിടെ രണ്ടാമത്തെ മകളെ അവൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, കൊച്ചു കുഞ്ഞ് 2ാം ക്ലാസ്സിൽ പഠിക്കുക. അവൾ സെൻറ്റ് ഗ്രിഗോറിയസ് ചെങ്ങന്നൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. അവളെ സ്കൂളിലേക്ക് കയറ്റിവിടാൻ ഞാൻ രാവിലെ കുഞ്ഞിനെ ഒരുക്കി സ്കൂൾ ബസ്സിൽ കയറ്റിവിട്ടതിന് ശേഷം തിരികെ വരുമ്പോൾ 8:30 മണി സമയമായി. രാവിലെ ഉണ്ടായ അതേ അനുഭവം വീണ്ടും ഉണ്ടാകാനിടയായി. പെട്ടെന്ന് കുഞ്ഞ് കിടക്കയിലേക്ക് വീണു. അവിടെ ശരീരമെല്ലാം വിറങ്ങലിക്കുന്ന പോലെയായി തീർന്നു. ശരീരമെല്ലാം തണുത്ത അനുഭവങ്ങളുണ്ടായി. ശ്വാസോച്ഛ്വാസം നിലച്ച അനുഭവങ്ങളിൽ ആദ്യം ഉണ്ടായ അതേ അനുഭവം തന്നെ വീണ്ടും ഉണ്ടാകാനിടയായി തീർന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായ അനുഭവത്തിൻ്റെതായ അത് ഞങ്ങളുടെ ഹൃദയത്തിലുള്ളതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ സഭയോട് ബന്ധപ്പെട്ടുള്ള വിശ്വാസികളെയൊക്കെ വിളിച്ചറിയിക്കാനുള്ളവരെയൊക്കെ വിളിച്ചറിയിച്ച്, സ്വന്തക്കാരെയും ബന്ധുക്കാരെയൊക്കെ വിളിച്ചറിയിക്കാനുള്ളവരെയൊക്കെ വിളിച്ചറിയിക്കാനിടയായി. ബാക്കിയുള്ളവരെ വിളിച്ചറിയിച്ച് അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പാർക്കുന്ന പാഴ്സനേജ് നിറയെ ദൈവജനങ്ങളും ബന്ധുക്കളും വിശ്വാസി സമൂഹങ്ങളും അയൽക്കാരും ഒക്കെ കൂടി വരാനിടയായി. അവരൊക്കെ കൂടി വന്നപ്പോഴത്തേക്കും ആദ്യമുണ്ട് അതേ അനുഭവങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കാനിടയായി തീർന്നു. കുഞ്ഞ് മരണത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്ന അനുഭവം പോലെ കിടക്കുന്ന അവൾ എഴുന്നേറ്റിരുന്നു. അവളുടെ മുഖം നേരത്തെ ഉണ്ടായതുപോലെ തേജസ് കൊണ്ട് ശോഭിക്കാനിടയായി തീർന്നു. അവൾ പാട്ട് പാടാൻ ആരംഭിച്ചു. എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി എന്നുള്ള പഴയ പാട്ട് അവൾ ആ സമയത്ത് പാടിക്കൊണ്ടേയിരുന്നു. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പം നേരത്തെ ഉണ്ടായ അനുഭവങ്ങളും ഈ അനുഭവങ്ങളും എല്ലാം കൂടെ ഞങ്ങളെ വളരെ അതിശയോക്തി അനുഭവങ്ങൾ ഉണ്ടാക്കി. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നുള്ള പാട്ട് കൂടെ കുഞ്ഞ് പാടുവാൻ ഞങ്ങൾ നിർബന്ധിച്ചെങ്കിലും കുഞ്ഞിങ്ങനെയുള്ള പാട്ടുകൾ പാടുകയും അവൾ വളരെ പ്രത്യാശ നിറയപ്പെടുന്ന അനുഭവം ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായി തീരുകയും ചെയ്തു. അന്ന് ആലയത്തിലേക്ക് കടന്നു വന്നവരൊക്കെ ഇവളെ കണ്ടിട്ട് പറഞ്ഞു, ദൈവം എന്തോ അത്ഭുതങ്ങൾ ഇവിടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നല്ലോ, ഇനി ഈ കുഞ്ഞ് മരിക്കുകയില്ല, അവൾക്ക് ഇപ്പം 2 പ്രാവശ്യം മരണ അനുഭവം പോലെ ഉണ്ടായല്ലോ, വീണ്ടും അവൾ അതിൽ നിന്ന് മടങ്ങി വന്നല്ലോ, അതുകൊണ്ട് ഇവന് മരിക്കുകയില്ലെന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു. ഞങ്ങളും അങ്ങനെ വിശ്വസിച്ചിരുന്നു. അന്ന് പകലെല്ലാം അവൾ വളരെ സന്തോഷം. 54-ാം ദിവസം അവൾ വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്കെല്ലാം കുഞ്ഞ് സ്വർഗത്തിലെ കാര്യങ്ങളെക്കുറിച്ച്, ആത്മീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഈ 55 ദിവസങ്ങൾ അവളെ രോഗിയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ പാഴ്സനേജിൽ ഞങ്ങളിവിടെ പാർക്കുന്ന ദിവസങ്ങളൊക്കെ ഇവൾ വളരെ പ്രത്യാശ നിറയപ്പെട്ടു.
പറയപ്പെട്ടിരുന്നു. വെളിപ്പാട് പുസ്തകം വായിക്കാനുള്ള താല്പര്യം, രക്തസാക്ഷികളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുക, സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുക, അതിനെക്കുറിച്ച് ഞങ്ങളോട് ചോദിച്ചറിയുക, ഇങ്ങനെയൊക്കെയുള്ള അത്ഭുത അനുഭവങ്ങൾ അവിടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എപ്പോഴും സ്വർഗ്ഗത്തെക്കുറിച്ച് സംസാരിക്കുക, പ്രത്യാശ നിർഭരമായ വാക്കുകൾ പറയുക. അതിനിടയിൽ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, അമ്മേ, നമ്മൾ യേശുവിനെ ഒരിക്കലെങ്കിലും കണ്ടവരാരും ഭൂമിയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുകയില്ല എന്ന കുഞ്ഞ് പറയാനിടയായി. പല പ്രാവശ്യം ഇങ്ങനെ സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് തന്നെ ഈ കുഞ്ഞ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അന്ന് തന്നെ പല സന്ദർഭങ്ങൾ ദൈവവചനത്തിൽ നമ്മളെന്നെ ഇങ്ങനെ ഓർപ്പിക്കാനിടയായി. എന്നോട് പെട്ടെന്ന് എന്നെ അരികിലേക്ക് വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറയും, എന്നോട് യേശു കർത്താവ് ഇങ്ങനെ ചില വാക്യങ്ങൾ എന്നോട് ഇടപെടുന്നു എന്ന് പറഞ്ഞ ചില വാക്യങ്ങൾ അവളെന്ന് പകൽക്കാലങ്ങൾ ഓർപ്പിക്കാനിടയായി. അതിൽ 2-3 വാക്യങ്ങൾ ഇന്ന് പകൽ ദൈവജനത്തിൻ്റെ ധൈര്യത്തിനും പ്രത്യാശയ്ക്കുമായി ദൈവം ഞങ്ങളെ ഉറപ്പിച്ച ചില വാക്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അവൾ ഇങ്ങനെ പറയാനിടയ വാക്യങ്ങൾ: 1 റോമാലേഖനം 8:28 വാക്യത്തിൽ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കുഞ്ഞെന്നോട് പറഞ്ഞ് ഓർപ്പിച്ചൊരു വാക്യമാണ്. അന്ന് ആ വാക്യത്തിൻ്റെ അർത്ഥങ്ങളൊന്നും വേണ്ടി പോലെ ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. കാരണം ഈ കൊച്ചു 10 വയസ്സ് മാത്രമുള്ള ഒരു ചെറിയ കുഞ്ഞ്. സൺഡേ സ്കൂളിലൊക്കെ നമ്മളവളെ പഠിപ്പിക്കുന്നത്, ഞാൻ അവളെ പഠിപ്പിച്ചിട്ടുള്ളത് സാധാരണ ചെറിയ വാക്യങ്ങളാണ്. എന്നാൽ ഈ സന്ദർഭങ്ങൾ അവൾ നേരത്തെ പഠിച്ച വാക്യങ്ങളൊന്നുമല്ലാതെ വളരെ ഘനമുള്ളതും വളരെ പ്രത്യാശ നിറഞ്ഞതുമായ വാക്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ ഉറപ്പിക്കാനിടയായി തീർന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് കുഞ്ഞന്ന് സംസാരിച്ച വാക്യങ്ങൾ പിന്നെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലും അത് അനർത്ഥമായി തീരുന്നതായിട്ട് ഗ്രഹിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. പിന്നെ അവൾ എന്നോട് പറഞ്ഞു, അമ്മ, മറ്റൊരു വാക്യം കൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നു, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തയേശുവിൽ കാക്കും എന്ന് അവൾ പറയുവാനിടയായി. അതിന് ശേഷം മറ്റൊരു വാക്യം കൂടി ഇങ്ങനെ പറഞ്ഞു, എപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഇങ്ങനെ ഘനഗംഭീരമായ പ്രത്യാശ നിർഭരമായ ഈ വാക്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ അനന്തര സംഭവം എന്ന് പറഞ്ഞുകൂടെ. പക്ഷേ ഈ വാക്യങ്ങളെല്ലാം ആ സമയത്ത് ദൈവിക ദൂതുകൾ പോലെ ഞങ്ങളുടെ ഹൃദയത്തെ വളരെ ആശ്വസിപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. അന്ന് പകൽ ഇങ്ങനെ സന്തോഷത്തോടുമൊക്കെ ഞങ്ങളിരുന്നു. ഇവിടെ ഈ സ്വർഗ്ഗത്തിലെക്കുറിച്ചുള്ള പ്രത്യാശ വാക്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവളുടെ പിതാവ്, എൻ്റെ ഭർത്താവ്, അവളോട് ചോദിച്ചു, കുഞ്ഞെ, നീ എന്താണ് എപ്പോഴും കൂടെ ഈ ദൈവകാര്യങ്ങൾ, സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ എപ്പോഴും ഇങ്ങനെ പറയുന്നത്? നിനക്ക് ഞങ്ങളുടെ ഭൂമിയിൽ താമസിക്കുവാനല്ലേ ഇഷ്ടം? അച്ഛയുടെ അമ്മയോട് നിനക്ക് ഈ ഭൂമിയിൽ ഞങ്ങളോട് പാർക്കുവാനല്ലേ ഇഷ്ടം? അതോ നിനക്ക് യേശുപ്പച്ചൻ്റെ കൂടെ പോകാനാണോ? ആ സ്പോട്ടിൽ അന്നേരം തന്നെ കുഞ്ഞ് പറഞ്ഞൊരു കാര്യം, എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനല്ല ഇഷ്ടം, എനിക്ക് യേശുപ്പച്ചൻ്റെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് അവിടെ പോയി പാർക്കുവാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് അവളിങ്ങനെ പറയാനിടയാം. മാതാപിതാക്കന്മാർ നിലകളിൽ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് മാനസികമായ ദുഃഖമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ കർത്താവിൻ്റെ കുഞ്ഞി വചനങ്ങൾ പറയുമ്പോൾ എന്താണ് എൻ്റെ അനന്തരമായി സംഭവിക്കുന്നറിയാതെ ഞങ്ങളിതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. അന്ന് 4-ാം ദിവസം രാത്രിയുടെ യാമങ്ങളിൽ ഇങ്ങനെ ഞാൻ ചുരുക്കത്തിൽ 4 പ്രാവശ്യം, 2 പ്രാവശ്യം കൂടി ഇങ്ങനെ ഉണ്ടായി, 4 പ്രാവശ്യം മരിച്ച അനുഭവത്തിൽ പോലെ ഉണ്ടായിട്ട് വീണ്ടും ജീവങ്കിലേക്ക് വരുന്ന അനുഭവങ്ങൾ അവൾക്കുണ്ടായി. ആ സന്ദർഭങ്ങളെല്ലാം അവൾ പാടുന്ന എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായസുഖം വിട്ടാൽ മതി എന്നുള്ള പാട്ട് അവൾ കൂടെ പാടിക്കൊണ്ടിരിക്കുകയും അവിടെ മുഖം പ്രത്യേക ഒരു തേജസ്സിനാൽ ഇങ്ങനെ നിറയുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടാകാനിടയായി. അന്ന് രാത്രിയിൽ ഇങ്ങനെ ഈ അനുഭവം മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് മടങ്ങുന്ന ഒരു അനുഭവം അവൾക്ക് വീണ്ടും ഉണ്ടായി. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അന്ന് പകൽക്കാലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ദൈവജനമെല്ലാം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ 10-12 പേര് ഒന്നിച്ചവിടെ കിടക്കയ്ക്ക് ചുറ്റും നിന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവൾ ഇങ്ങനെ പറയുവാനിടയായി, എന്നെ വിടച്ച് ഞാൻ പോകട്ടെ എന്ന് അവൾ പറയുവാനിടയായി. അപ്പം കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ ചോദിച്ചു, എന്താ കുഞ്ഞെ നീ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, എന്താ നിൻ്റെ ശരീരത്തിൽ പുതപ്പോ വല്ലതും കുടുങ്ങിക്കിടക്കാന്നോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അച്ഛൻ എന്നെ വിടല്ല, അച്ഛൻ എന്നെ വിട്, ഞാനങ്ങ് പോകട്ടെ. കർത്താവിൻ്റെ ദാസന് കാര്യം മനസ്സിലായി. നിത്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം ഈ കുഞ്ഞ് പറയുകയും നിത്യത്തിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് അവളെ കണ്ടതുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞു, ജെസ്സി, ഈ പ്രാർത്ഥന നിർത്ത്. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ ആത്മാവ് സ്വർഗ്ഗത്തിലേക്ക് പോവുകയും മടങ്ങി വരികയും ചെയ്യുന്ന പോലുള്ള ഈ അനുഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വമനസഹ നമ്മൾ ഈ കുഞ്ഞിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താലേ കർത്താവിനി അവളെ ദൈവത്തിലേക്ക് ചേർക്കാനായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കന്മാരുടെ നിലകളിൽ ദൈവം നമ്മളെ ഇത്രത്തോളം വളർത്തുവാൻ അവളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചെങ്കിലും ഈ കുഞ്ഞിൻ്റെ ഉടമസ്ഥൻ സ്വർഗീയ പിതാവാണല്ലോ. അതുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സ്വമനസാലയെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം എന്ന് കർത്താവിൻ്റെ ദാസനോട് പറയുകയും അങ്ങനെ ഞങ്ങൾ ഈ കുഞ്ഞിനെ ദൈവജനവും ഞങ്ങളും കൂടെ ഞങ്ങൾ ദൈവമക്കളും ഞങ്ങളും കൂടി ഈ കുഞ്ഞിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ആ സമയം തന്നെ കുഞ്ഞ് കണ്ണടച്ച് പിന്നെ അവൾ കണ്ണ് തുറന്നിട്ടില്ല. അവൾ സ്വർഗ്ഗത്തിലേക്ക് പോകാനിടയായി തീർന്നു. കർത്താവിന്
സ്തോത്രം. അപ്പോൾ എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തൻ്റെ ഹൃദയത്തിലേക്ക് ഇനി ഓടി വന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് കർത്താവ് പറഞ്ഞു. അതിൻ്റെ ആ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ അവൾ മരിക്കയിലും ഞാൻ വിശ്വസിച്ചെങ്കിലും കർത്താവ് എന്താണ് നീ എന്നോട് ഇങ്ങനെ സംസാരിച്ചെന്ന് ചിന്തിക്കുകയും ഞാൻ കാണുന്ന കുഞ്ഞ് മരിച്ച ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ മുറിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ മഹത്വം ഇങ്ങനെ കാണുവാനിടയായി തീർന്നു. ആ മുറി മുഴുവൻ ഒരു ദിവ്യ സാന്നിധ്യം കൊണ്ട് നിറയുന്ന അനുഭവം എനിക്ക് മനസ്സിലാക്കാനിടയായി. ദൈവം എന്നോട് പറഞ്ഞതുപോലെ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുന്നുള്ളത് ഒരു ഭൗതിക തലത്തിലാണ് ഞാൻ ചിന്തിച്ചെങ്കിലും ആത്മീയമായ അനുഭവത്തിൻ്റെ ശ്രേഷ്ഠതയിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിൻ്റെ മഹത്വം ഒരു മനുഷ്യന് കാണാവുന്നതിൻ്റെ ഉന്നതമായ ഒരു അനുഭവത്തിൽ അത് കാണുവാൻ ആ രാത്രികാലം ദൈവം ഇടയാക്കി. 2005 ഒക്ടോബർ 4 അതിരാവിലെ സമയം 1 മണിക്കാണ് കുഞ്ഞ് മരിച്ച് സ്വർഗത്തിലേക്ക് പോകാനിടയായി. ആ സന്ദർഭത്തിൽ ഞാൻ കാണുന്ന കാഴ്ച ദൈവം തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചിരിക്കുന്നതും സ്വർഗം തുറന്നിരിക്കുന്നു, ദൈവമഹത്വം ഇങ്ങനെ ഞങ്ങളെ നിഴലിട്ട് ഇരിക്കുന്നതായിട്ട് അനുഭവം ഞാൻ കാണാനിടയായി. എനിക്കൊരിക്കലും കരയുവാനോ സ്വന്തം കുഞ്ഞ് വേർപെട്ട് പോയപ്പോൾ ദുഃഖിക്കാനോ വേദനിക്കാനോ ഒന്നും കഴിയാതെ ദൈവിക സമാധാനം എൻ്റെ ഹൃദയത്തെ മുഴുവനും ഇങ്ങനെ നിറച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവേ ഇത് കാണാൻ ഞാൻ എന്തുള്ളൂ എന്ന് പറഞ്ഞ് ദൈവത്തിന് വിധേയപ്പെടുകയും ആ സമയത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവമഹത്വത്തിന് മുൻപിൽ എന്നെ സമർപ്പിക്കാനിടയായി തീർന്നു. കർത്താവിൻ്റെ മഹത്വം കണ്ട ഞാനൊരു പ്രത്യേക അനുഭവത്തിലേക്ക്, പ്രത്യേക ആത്മീയ അനുഭവത്തിലേക്ക് നിമിഷങ്ങളിൽ മാറ്റപ്പെടാനിടയായി തുടർന്ന് കുഞ്ഞിൻ്റെ ആ പ്രത്യേക അനുഭവം കണ്ടുകൊണ്ടിരുന്ന പലർക്കും ജീവിതത്തിൽ ഒത്തിരി രൂപാന്തരങ്ങൾ നിത്യയെ അത് അടുത്ത് കാണുവാൻ, യേശു കർത്താവ് ജീവിക്കുന്നു എന്നുള്ളത് ഗ്രഹിക്കുവാൻ, ദൈവം തൻ്റെ നിത്യതയുടെ പ്രത്യാശയാൽ ആ ദൈവമക്കളൊക്കെ നിറയപ്പെടാനായിട്ട് ഇടയായി തീർന്നു. കുഞ്ഞ് പറഞ്ഞതുപോലെയുള്ള അനന്തര സംഭവങ്ങൾ ആ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് തൻ്റെ മരണത്തിന് മുമ്പേ കുഞ്ഞ് ഓർപ്പിച്ച വാക്യങ്ങൾ ഞങ്ങൾ ഓർക്കാനിടയായി. അവരുടെ മരണം കണ്ടുകൊണ്ടിരുന്ന അവിടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അവിടെ അതേ സമപ്രായക്കാരത്തിയായ ഒരു കുഞ്ഞും അവളുടെ കുടുംബവും ആ മരണത്തെ കണ്ട് ആ പ്രത്യാശ നിർഭരമായ അന്ത്യം കണ്ട് കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാനിടയായി തീർന്നു. അവർ പിൽക്കാലങ്ങളിൽ വേർപെട്ട് ദൈവത്തെ സ്നേഹിപ്പാനും സേവിപ്പാനും ഇടയായി. അവിടെ ഫ്യൂണറൽ സർവീസിൽ പങ്കെടുത്ത ദൈവമക്കൾ മറ്റുള്ളവരൊക്കെ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും പ്രത്യാശയിൽ പുതുക്കപ്പെടുകയും ചെയ്യുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ പ്രത്യാശ എന്നറിയപ്പെട്ട ഞങ്ങൾക്ക് വളരെ ആത്മഭാരത്തോടെ പിൽക്കാലങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ ദൈവം ഇടയാക്കി. ആത്മഭാരത്തോടുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഞങ്ങളെ വിളിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ ആ ദിവസങ്ങൾ വളരെ ശക്തമായി ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളന്ന് പാർത്തുകൊണ്ടിരുന്ന മെഡിവേലിയിൽ ഞങ്ങൾക്കൊരു നല്ല ഓപ്പണിംഗ് സുവിശേഷത്തിന് വേണ്ടി ദൈവം ഒരുക്കി തരാനിടയായി. മരണം കൊണ്ടുപോലും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുക്കുവാൻ ഇടയായി തീർന്ന ഒരു അനുഭവം ആ ദേശത്തുണ്ടാകാനിടയായി. അനേക ആത്മാക്കൾ കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി. അവിടെ കുഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളുകളിലൊക്കെ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തെക്കുറിച്ചും കുഞ്ഞിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും ഉള്ള ട്രാക്റ്റുകളൊക്കെ അടിച്ച് വിതരണം ചെയ്യുകയും ആ സ്കൂളിലെ പ്രിൻസിപ്പൾ തന്നെ അത് ചെയ്യുകയും അത് നിമിത്തം അനേക കുഞ്ഞുങ്ങൾക്കൊക്കെ കർത്താവിനെ അറിയാനുള്ള മുഖാന്തരമുണ്ടായി. അതിനെ തുടർന്ന് ഞങ്ങൾ കുഞ്ഞിൻ്റെ ഈ അനുഭവങ്ങൾ, മരണാന്തര ജീവിതത്തെക്കുറിച്ചുള്ള മരണാന്തര ജീവിതത്തെക്കുറിച്ചൊരു ട്രാക്റ്റ് അടിച്ച് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ ആ ട്രാക്റ്റ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അനേകർ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാനും മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന അനേകർ പ്രത്യാശയിൽ പുതുക്കപ്പെടാനൊക്കെ ആ ട്രാക്റ്റ് നിമിത്തം ദൈവം ഇടയാക്കി. ഇന്നും ദൈവത്തിൻ്റെ ആത്മാവിനെ നിറഞ്ഞ് ഒരു അന്ത്യകാല ശുശ്രൂഷ, അതായത് ഒരു നിത്യതയോട് ബന്ധപ്പെടുന്ന ശുശ്രൂഷ, നിത്യതയിലേക്ക് അനേകരെ ഒരുക്കിടുന്നൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അന്ന് മുതൽ ചെറുപ്രായങ്ങളുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ചും യൗവനക്കാരെ കുറിച്ചൊക്കെ വളരെ ആത്മഭാരം ദൈവ ഹൃദയത്തിൽ തന്ന് ശുശ്രൂഷ വളരെ ആത്മഭാരത്തോടെ, ആദ്യകാലങ്ങളിൽ ഒരു ആത്മഭാരത്തിൻ്റെ ശുശ്രൂഷ ദൈവം എനിക്ക് തന്നിരുന്നാൽ ഈ കാലങ്ങൾ അതിന് അധികമായ ഒരു ആത്മഭാരത്തോടെ ശുശ്രൂഷിപ്പാനുള്ളൊരു ആത്മാവിൻ്റെ അകത്തൊരു ആത്മഭാരം ദൈവം തരികയും നിത്യതയോട് ബന്ധപ്പെട്ട അനേകരെ ഒരുക്കിയെടുക്കുന്ന ഒരു ശുശ്രൂഷ ദൈവം തരികയും ചെയ്യുവാനിടയായി തീർന്നു. ഇന്നും കർത്താവിൻ്റെ വേലയിൽ അതിശക്തമായി പലയിടങ്ങളിൽ, പല രാജ്യങ്ങളിൽ, കേരളത്തിന് വെളിയിലും ഇന്ത്യയുടെ പല ഇടങ്ങളിലും, പല നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലും, ഇന്ത്യക്ക് വെളിയിൽ പല അമേരിക്കയിലും വിദേശ രാജ്യങ്ങളൊക്കെ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ കർത്താവ് അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നിത്യയെ ഏറ്റവും അടുത്തുനിന്ന് കാണുവാൻ സഹായിച്ച അനുഭവങ്ങൾ, ആ ശുശ്രൂഷകൾ, ദൈവം കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ഞങ്ങളെ ആക്കി തീർക്കുന്ന വിധങ്ങളൊക്കെ ഓർക്കുമ്പോൾ, ദൈവം നടത്തിയ വിധങ്ങൾ, പ്രത്യേകിച്ച് കുഞ്ഞെന്ന് പറഞ്ഞ വാക്യങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ഓർമ്മ വരും. ഒന്നും ദൈവം തിന്മയ്ക്ക് വേണ്ടിയല്ല. എരിഞ്ഞ് തീച്ചുളിയിലേക്ക് ചിലപ്പോൾ ദൈവം നമ്മളെ എറിഞ്ഞു കളയുമ്പോൾ കൂടെ വരുന്നൊരു ദൈവം, ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും ഏകനായി വിടാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചറിയുവാൻ ദൈവം ഇടയാക്കുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഏത് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും ഏകരല്ലെന്നൊരു തിരിച്ചറിവ് കർത്താവിൻ്റെ കരങ്ങളിലാകുന്നു എന്നുള്ള അനുഭവം ദൈവം തരുന്ന ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും, അത് നന്മയാകട്ടെ, തിന്മയാകട്ടെ, വേദനയാകട്ടെ, ഭാരമാകട്ടെ, തീച്ചുള്ള പോലെയുള്ള മരണത്തിൻ്റെ താഴ്വരയാകട്ടെ, അതിൽ കൂടിയൊക്കെ ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു.
ഇന്നും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പലയിടങ്ങളിൽ നിന്ന് പല സ്റ്റേജുകളിൽ നിന്ന് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ ആളുകളിൽ ദൈവം ഞങ്ങളെ കടത്തിവിട്ട പാതകൾ, ദൈവം ഞങ്ങളെ കടത്തിവിട്ട വേദനാജനകമായ അനുഭവങ്ങൾ ഒക്കെ പിൽക്കാലങ്ങളിൽ നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി അടിയങ്ങളെയും അടിയങ്ങളുടെ ശുശ്രൂഷകളെയും ഫലമേൽപ്പിക്കുന്നു. ദൈവം ഞങ്ങളെ ഒരന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഞങ്ങൾ കുടുംബമായി ചത്തോങ്കര റാന്നി ചത്തോങ്കര ശാരോൻ സഭയുടെ ശുശ്രൂഷയിലായിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ അയക്കുന്ന ഇടങ്ങളെല്ലാം കർത്താവിൻ്റെ മഹത്വകരമായ ശുശ്രൂഷ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രിയമുള്ളവർ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളെ ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷയിൽ വിശ്വസ്തരാന്ത്യത്തോടെ നിൽക്കുവാൻ തക്ക ബലം കർത്താവ് നൽകേണ്ടതിനായി ദൈവത്തിന് പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു.